മറ്റൊരു വാർത്തയിലേക്കാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ കരട് കുറ്റപത്രം തയ്യാറാക്കി അന്വേഷണം പൂർത്തിയാക്കി. ഫെബ്രുവരിയിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ മാസം 9-ന് കോടതിയിൽ സമർപ്പിക്കും. ഇതിനായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമായി ചർച്ചാ നടപടികൾ ചേർന്ന് നടപടികൾ വേഗത്തിലാക്കുകയാണെന്നും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത അനുയായികളും സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട ജ്വല്ലറി ജീവനക്കാരൻ കൽപേഷും കേസിൽ സാക്ഷികളായി മൊഴി നൽകും. ഇവർ കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. കുറ്റപത്രം വൈകുന്നതോടെ പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങുകയാണ്. ഇതിനിടെയാണ് കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനുള്ള നടപടികളുമായി SIT മുന്നോട്ട് പോകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കരട് കുറ്റപത്രം തയ്യാറായിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘമുള്ളത്. കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ മാസം 9-ന് കോടതിയിൽ സമർപ്പിക്കും. ഇതിനായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമായി ചേർന്ന് നടപടികൾ വേഗത്തിലാക്കുകയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത അനുയായികളും സ്വർണ്ണ വ്യാപാരിയുമായി ബന്ധപ്പെട്ട ജ്വല്ലറി ജീവനക്കാരൻ കൽപേഷും കേസിൽ സാക്ഷികളായി മൊഴി നൽകും. ഇവർ കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. കുറ്റപത്രം വൈകുന്നതോടെ പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങുകയാണ്. ഇതിനിടെയാണ് കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനുള്ള നടപടികളുമായി SIT മുന്നോട്ട് പോകുന്നത്.